CPM നേതാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസ് പാർട്ടി തലത്തിൽ ഒതുക്കി തീർക്കാൻ ശ്രമം നടന്നുവെന്ന് അതിജീവിത. കല്യാണം നടത്തിത്തരാമെന്ന് CPM ഉറപ്പു നൽകിയിരുന്നുവെന്നും റാന്നി ഡിവൈഎസ്പി ഓഫീസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ പോലീസിന്റെ സമ്മർദ്ദമുണ്ടായെന്നും അതിജീവിത വെളിപ്പെടുത്തി. പാർട്ടിയിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞു, ഇതേപോലെ കല്യാണം കഴിക്കും, 23-ാം തീയതി തന്നെ വന്ന് വിവാഹം നടക്കും. പാർട്ടി അതിനോട് ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിവാഹം നടത്തണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെന്നാണ് ആളെന്നോട് പറഞ്ഞത്. ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ കൊടുത്തത്. അത് സെറ്റിൽമെന്റ് ആക്കാനായിട്ട് ഇരുന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണ്, ഇങ്ങനെയുള്ള കേസ് ആകുമ്പോഴത്തേക്കിനും ഡയറക്റ്റ് അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം അവിടെ നമ്മൾ രജിസ്റ്റർ ഓഫീസിൽ കൊടുത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എൻ്റെ കോൾ റെക്കോർഡിങ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CPM റാന്നി ഏരിയ കമ്മിറ്റി അംഗവും DYFI ബ്ലോക്ക് പ്രസിഡന്റുമായ അലൻ മാത്യുവിനെതിരെയായിരുന്നു യുവതിയുടെ പരാതി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. റാന്നി DYSPക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. അലന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. പിന്നീട് റാന്നിയിലെ പ്രമുഖ CPM നേതാവ് ഇടപെട്ട് കല്യാണം നടത്തിത്തരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നതായും യുവതി പറഞ്ഞു. കല്യാണം നടക്കുമെന്ന ഉറപ്പിന്മേൽ യുവതി പരാതി പിൻവലിച്ചു. പിന്നീട് അലൻ വീണ്ടും വാഗ്ദാനം നിരസിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതേ തുടർന്നാണ് യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തന്നെ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചതായും യുവതി പറഞ്ഞു. അതിജീവിത നിലവിൽ കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ജനം, പത്തനംതിട്ട.